നമസ്കാരം. മക്കളെക്കാൾ ഇഷ്ടപ്പെട്ടു, കാമുകിയെ പോലെ പരിചരിച്ചു, ഓരോ മനുഷ്യനെയും പേര് ചൊല്ലി വിളിച്ചു, ഓരോ മരണവീട്ടിലും സാന്ത്വനവുമായി എത്തി. എല്ലാവരും ഇഷ്ടക്കാരായതിനാൽ വീതി കൂട്ടാതെ പോയ റോഡുകളെക്കുറിച്ച് പരിഭവം ഉയർന്നപ്പോൾ ഒരു മഹാനഗരത്തെ പോലെ റോഡുകൾ സമ്പന്നമാക്കി. മീനച്ചലാറിന്റെ തീരത്ത് ഉയർന്നു വന്ന പാല എന്ന വിസ്മയ സങ്കല്പത്തിന്റെ പിതാവ് മാണിസാർ മാഞ്ഞു പോയിരിക്കുന്നു. ഇനി പാലക്കാർക്ക് എടുത്തു പറയാൻ ആരുണ്ട് ബാക്കി? എന്തിനും ഏതിനും പാലക്കാർക്ക് മാണിയുണ്ടായിരുന്നു. കൊച്ചുമാണിയും മാണിസാറുമായി അവരുടെ വേദനകൾ തീർക്കാൻ ഈ മനുഷ്യൻ മുന്നിട്ടിറങ്ങി. അതിന് ഫലവും ഉണ്ടായി. മീനച്ചിലാറിന്റെ തീരത്ത് വിസ്മയമായി കൊച്ചുഗ്രാമം വളർന്ന് പന്തലിച്ചു. പാല അങ്ങനെ മലയാളികളുടെ മനസ്സിലെ നിത്യ വിസ്മയമായി. മാണിയിലൂടെ പാലയെ മലയാളി തിരിച്ചറിഞ്ഞു. പാല കരിങ്ങോഴയ്ക്കൽ വീടിന്റെ പൂമുഖത്തെ ചാരുകസേരയിൽ അലസമായി കിടക്കുന്ന മാണിസാർ പറഞ്ഞു, ഞാൻ എല്ലാം കൊണ്ടും ഒരു പാലക്കാരൻ. മക്കളെക്കാൾ പാലയോടായിരുന്നു മാണിക്കിഷ്ടം. തന്റെ രണ്ടാം ഭാര്യ എന്ന പാലയെ മാണി വിശേഷിപ്പിച്ചത് വെറും വാക്കായിരുന്നില്ല. കിട്ടിയതെല്ലാം കുട്ടിയമ്മയ്ക്കൊപ്പം പാലയ്ക്കും മാണി വീതിച്ചു നൽകിയെന്ന് ഇവിടുത്തുകാർക്കറിയാം. അതിനുള്ള സ്നേഹമാണ് പാലക്കാർ തെരഞ്ഞെടുപ്പുകളിൽ തിരിച്ചു നൽകിയതും. കാമുകിയെ പോലെയാണ് മാണി മണ്ഡലത്തെ നോക്കിയത്. മണ്ഡലത്തിന്റെ ആഗ്രഹമറിഞ്ഞ് വികസനം എത്തിച്ച പാലയുടെ യഥാർത്ഥ കാമുകനായിരുന്നു മാണിസാർ. ഇവിടെയുള്ള ഓരോരുത്തരെയും മാണി പേര് ചൊല്ലി വിളിച്ചിരുന്നു. കല്യാണ വീടുകളിലെല്ലാം കാരണവരെ പോലെ ഓടിയെത്തി. മരണവീടുകളിൽ സാന്ത്വന കണ്ണീരുമായി നിറഞ്ഞു. എങ്ങനെയാകണം ജനപ്രതിനിധി എന്ന് കേരളം ആദ്യം തിരിച്ചറിഞ്ഞതും മാണിയിലൂടെ തന്നെയാണ്. പിന്നീട് പല നേതാക്കളും മാണിയുടെ മാതൃക പിന്തുടർന്നു. പുതുപ്പള്ളിയുടെ കുഞ്ഞുഞ്ഞായി ഉമ്മൻചാണ്ടി മാറിയതും മാണിയുടെ മാതൃക ആ മണ്ഡലത്തിൽ അവതരിപ്പിച്ചായിരുന്നു. പാലാ നിയോജക മണ്ഡലം രൂപീകൃതമായ അന്നു മുതൽ ഇന്ന് വരെ പാലായ്ക്ക് ഒരു ജനപ്രതിനിധിയെ ഉണ്ടായിരുന്നുള്ളൂ. അത് പാലായുടെ സ്വന്തം മാണിസാർ തന്നെ. മറ്റാരെയും പാലാക്കാർ ഇതുവരെ ഇവിടെ നിന്ന് ജയിപ്പിച്ചിട്ടില്ല. അതാണ് പാലായും മാണിയും തമ്മിലുള്ള ബന്ധം. ആ ബന്ധമാണ് അറ്റുപോയിരിക്കുന്നത്. പാലായിൽ മിനി സിവിൽ സ്റ്റേഷൻ സ്ഥാപിച്ച് ഇന്ത്യൻ പ്രസിഡന്റ് തന്നെ അത് ഉദ്ഘാടനം ചെയ്യണമെന്ന് KM മാണി ആഗ്രഹിച്ചു. അത് നടക്കുകയും ചെയ്തു. മീനച്ചിലാറ്റിൽ 17 പാലങ്ങൾ പണിതതും നാട്ടുകാരുടെ പ്രിയ നേതാവായി തന്നെ. കോട്ടയം ജില്ലയുടെ ആസ്ഥാനം കോട്ടയമാണെങ്കിലും രണ്ടാം തലസ്ഥാനം പാലയാകണമെന്ന് KM മാണി ആഗ്രഹിച്ചതും പരസ്യമായി തന്നെ പറഞ്ഞു. എന്ത് കിട്ടിയാലും പങ്കുവയ്ക്കുന്നതാണ് KM മാണിയുടെ ശീലം. കിട്ടിയതിൽ നല്ല പങ്കും പാലയ്ക്കായി തിരികെ നൽകി. മണ്ഡലത്തിലെ ആദ്യ മത്സരം മുതൽ ഇന്ന് വരെ പാലായ്ക്കൊപ്പമായിരുന്നു യാത്ര. പാലായെ മറന്നൊന്നും മാണി ചെയ്തില്ല. മാണിയുടെ പാലാ ബജറ്റുകൾ പോലും രാഷ്ട്രീയ എതിരാളികൾ വിമർശനത്തിനായി എടുത്തുയർത്തി. അപ്പോഴും പാലക്കാർക്ക് മാണിയെ കൂടുതൽ അടുത്തറിയാനുള്ള അവസരവും ഉണ്ടായി. വിമർശനങ്ങൾ പുച്ഛിച്ചു തള്ളി വീണ്ടും വീണ്ടും പാലായിലേക്ക് മാണി വികസനം എത്തിച്ചു. അതും പരസ്യമായി തന്നെ. പാലായുടെ വികസനത്തിൽ മാണിക്കൊന്നും ഒളിക്കാനില്ലായിരുന്നു. എന്ത് തിരക്കിലാണെങ്കിലും ശനിയാഴ്ച വൈകിട്ടോടെ പാലായിലെത്തും. പാലായിൽ ഉറക്കമുണർന്ന് ഞായറാഴ്ച പള്ളിയിൽ പോകും. കൊച്ചുവക്കീലായി മരങ്ങാട്ടുപള്ളിയിൽ നിന്ന് പാലായിലേക്ക് ചെറുതായി കുടിയേറിയ KM മാണിയെ പാലായും പാലാക്കാരും ഇരു കൈയും നീട്ടിയാണ് സ്വീകരിച്ചത്. മാണി മന്ത്രിസഭയിൽ ഉണ്ടെങ്കിൽ എല്ലാം പാലായിലെത്തും. പാലായ്ക്കുള്ളത് KSRTC നല്ല വണ്ടി വാങ്ങിയാൽ അതിലൊന്ന് പാലായിലേക്ക് പോകും. സൂപ്പർ ഫാസ്റ്റ് വന്നാലും എക്സ്പ്രസ് തുടങ്ങിയാലും അതിലൊന്നെങ്കിലും പാലായിൽ എത്തിയിരിക്കും. അങ്ങനെ നല്ല റോഡും പാലങ്ങളും പാലായിലേക്ക് കുടിയേറി. KM മാണിക്ക് മുൻപ് പാല എന്നൊരു നിയോജക മണ്ഡലം ഉണ്ടായിരുന്നില്ല. മീനച്ചിലെന്നും പുലിയന്നൂർ എന്നും പേരുണ്ടായിരുന്ന മണ്ഡലം പാല ആയത് 1965-ലാണ്. KM മാണി ആദ്യം സ്ഥാനാർത്ഥിയായതും ജയിച്ചതും ആ വർഷം തന്നെ. പിന്നീട് പാലയെക്കുറിച്ച് മാത്രമായിരുന്നു മാണിയുടെ പ്രധാന ചിന്ത. ഇതാണ് അധ്വാനവർഗ സിദ്ധാന്തത്തിന്റെ അമരക്കാരനെ പാലായിലെ മാണിക്യമാക്കിയതും. ഇതിന് പാലയ്ക്ക് മാണി നൽകിയത് വികസനത്തിന്റെ കാണാക്കാഴ്ചകൾ. ന്യൂസ് ഡെസ്ക്, മറുനാടൻ TV.